ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മളെല്ലാവരും വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ട് കാത്തിരുന്ന മഹീന്ദ്രയുടെ ഇവൻ്റ് ആയിരുന്നു 2025 നടക്കാൻ പോകുന്ന ഓഗസ്റ്റ് 15 ഇവൻ്റ്. ആൻഡ് അതിൻ്റെ അകത്ത് ഒരു 4 പുതിയ വിഷൻ കോൺസെപ്റ്റുകളുള്ള വാഹനങ്ങൾ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന അതിൻ്റെ അകത്ത് 2 വാഹനങ്ങളായ വിഷൻ ടിയും അതുപോലെ തന്നെ വിഷൻ SXT എന്ന് പറഞ്ഞ വാഹനങ്ങളാണ്. രണ്ടും എസെൻഷ്യലി സെയിം വാഹനങ്ങൾ തന്നെയാണ്, പക്ഷേ അതിൽ ടിയുടെ ഒരു ഇത്തിരി കൂടെ ഹാർഡ് കോർ വേർഷനാണ് SXT എന്ന് മാത്രം. എന്തായാലും നമുക്ക് ആദ്യം തന്നെ ടിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് ഇതിൻ്റെ അകത്ത് ടെക്നിക്കലി ഇപ്പോൾ ടി എന്ന് പറയുമ്പോൾ വെറുതെ ഒരു പേരല്ല, അവർ ഥാർ ഫാമിലിയിലുള്ള വാഹനങ്ങളായിട്ടാണ് ഇതിനെ ബന്ധിപ്പിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഥാർ റോക്സ് ഉണ്ട്, 3 ഡോർ ഥാർ ഉണ്ട്. അതിൻ്റെ തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു 5 ഡോർ മോഡലായിരിക്കും നമ്മുടെ ഈ പറയുന്ന വിഷൻ ടി എന്ന് പറയുന്ന മോഡൽ. മിക്കവാറും ഥാറിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ഒരു പേര് ചേർത്തിട്ടായിരിക്കും അവർ ഈ വണ്ടി ലോഞ്ച് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ വിഷൻ എസ് അത് സ്കോർപ്പിയോ ബേസ്ഡ് ആയിട്ടുള്ള വണ്ടിയാണ്. അതിലും സ്കോർപ്പിയോയിൽ എന്തെങ്കിലും ഒരു അഡീഷണൽ പേര് ചേർത്തിട്ട് ആ വണ്ടി വരുന്നത്. സിമിലർ ആയിട്ടുള്ളൊരു അപ്രോച്ചാണ് ഈ വണ്ടിയുടെ കാര്യത്തിൽ എടുത്തിരിക്കുന്നത്. പക്ഷേ ഇത് പുതിയ പ്ലാറ്റ്ഫോമിലുള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ മോണോകോക്ക് ഷാസിയിലാണ് ഇത് വരുന്നത്, ലാഡർ ഫ്രെയിം ഒന്നും അല്ല. അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള പല അഡ്വാൻറ്റേജസും കിട്ടും. ആൻഡ് ഥാർ റോക്സിൻ്റെ പ്രൈസിനെ അണ്ടർ കട്ട് ചെയ്തുകൊണ്ടാണ് മഹീന്ദ്ര വണ്ടി ഇറക്കാൻ പോകുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇതിന് അത്യാവശ്യം നല്ലൊരു പ്രോപ്പർ ക്രെറ്റ റേവലായിട്ട് വേണമെങ്കിൽ വരാനും പറ്റും. മഹീന്ദ്രയുടെ പുതിയ NU IQ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിലാണ് ഈ വണ്ടി വരുന്നത്. ഇതിൻ്റെ അകത്ത് പല പവർട്ടൺ ഓപ്ഷൻസ്, അതായത് പെട്രോൾ ആയിക്കോട്ടെ, ഡീസൽ ആയിക്കോട്ടെ, ഹൈബ്രിഡ് ആയിക്കോട്ടെ, അതുപോലെ ഈവൻ ഇലക്ട്രിക് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും ഇതിനകത്ത്. ഇലക്ട്രിക് വേണവർക്ക് കുറച്ച് ചെയ്യുമ്പോൾ ഇലക്ട്രിക് ഇറക്കാം. 2023 അവർ കാണിച്ച ഥാർ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടാണ് ഈ വാഹനം ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നത്. പക്ഷേ അതുമായിട്ട് കുറച്ച് ഡിസൈൻ സിമിലർ ആണെന്നേ ഉള്ളൂ. ഈ ബോക്സി പ്രൊപ്പോർഷൻസും കാര്യങ്ങളൊക്കെ. മഹീന്ദ്രയുടെ ഹാർഡല്ല HERT ഹാർട്ട് കോർ ഡിസൈൻ എന്ന് പറഞ്ഞ ഡിസൈൻ ഫിലോസഫിയിലാണ് ഈ വാഹനം വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ബോക്സി ആയിട്ടുള്ളൊരു ലുക്കാണ്. സത്യം പറഞ്ഞാൽ മഹീന്ദ്ര കാണിച്ചിരിക്കുന്ന 4 വണ്ടികളിൽ 3 വണ്ടികളും നല്ല പക്ക ബോക്സ് പോലെ ഇരിക്കുന്ന വണ്ടികളാണ്. അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ബോക്സ് പോലെ ഇരിക്കുന്ന 2 വണ്ടികളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്, ഈ വീഡിയോയിൽ നോക്കുന്നത്. ഏതായാലും നമുക്ക് ഡിസൈൻ വെച്ച് തന്നെ തുടങ്ങാം. ഈവൻ ഇത് കോൺസെപ്റ്റ് വാഹനമാണെങ്കിൽ പോലും ഏകദേശം ഇതുപോലെ ഇപ്പോൾ പണ്ട് ഒരു B6 XUV9 കാണിച്ചപ്പോൾ നമ്മൾ അന്ന് വിചാരിച്ച കോൺസെപ്റ്റ് ആയിരിക്കും, പക്ഷേ വണ്ടി ഇറങ്ങിയപ്പം വളരെ സിമിലർ ആയിട്ടുള്ളൊരു വാഹനം തന്നെയാണ് അവർ ഇറക്കിയത്. എന്തായാലും ഇതിൻ്റെ കാര്യത്തിലും ഏകദേശം അതുപോലെയൊക്കെ തന്നെ ആയിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കുറേ കാര്യങ്ങളൊന്നും വരില്ല. ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ടയേഴ്സ് ഓൾട്ടർനേറ്റ് ടയേഴ്സൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു മോണോകോക്ക് വാഹനം അത്ര ഓഫ് റോഡ് സെൻട്രിക് ആയിട്ട് അല്ല അവർ ഉദ്ദേശിക്കുന്നത്. ഇതൊരു ഥാറിൻ്റെ റൈവൽ പോലെയായിട്ട് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഓൾട്ടർനേറ്റ് ടയേഴ്സ് കൊടുക്കേണ്ട കാര്യമില്ല. ഫ്രണ്ട് ഡിസൈൻ ആണെങ്കിലും നമുക്ക് നല്ല റഗഡ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് വരുന്നത്. LED ഹെഡ്ലൈറ്റ്സ് വരുന്നുണ്ട്. നടുവിലൊരു മെയിൻ ഹെഡ്ലൈറ്റും അതിൻ്റെ താഴത്തെ സൈഡിലായിട്ട് DRLs ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ ലൈറ്റ്സും മുകളിൽ തന്നെയാണ്. താഴത്തെ ഫോഗ് ലൈറ്റ് ഉണ്ട്. ഇത്രയും റഫ് ലുക്കുള്ള ബമ്പേഴ്സ് വരാനും സാധ്യതയില്ല. ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ അലോയ്സിൻ്റെ ഡിസൈൻ അതെന്തായാലും കുറച്ച് വ്യത്യാസം ഉണ്ടാകും. പിന്നെ ടയേഴ്സും ഇത്രയും ലോ പ്രൊഫൈൽ ടയേഴ്സും ഇത്രയും ഓൾട്ടർനേറ്റ് ടയേഴ്സ് ഇത്രയും പുറത്തേക്ക് തള്ളിക്കുന്ന ടയേഴ്സൊന്നും എന്തായാലും അവർ വണ്ടി ഇറക്കുന്ന സമയത്ത് കൊടുക്കില്ല. പിന്നെ 5 ഡോർ ആണെങ്കിലും അവർ ആ ഡോറിൻ്റെ ഹിഞ്ചൊക്കെ അതുപോലെ തന്നെ അവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, ആ ഒരു റഫ് അപ്പീൽ കാണിക്കാനായിട്ട്. എഗെയിൻ ബോഡി ഓൺ ഫ്രെയിം വണ്ടിയല്ല, ഇതൊരു മോണോകോക്ക് പ്ലാറ്റ്ഫോമിൽ വരുന്ന വണ്ടിയാണ്. അതുകൊണ്ട് അതൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഇത്രയും റഫായിട്ട് കാണിക്കേണ്ട കാര്യമില്ല. പക്ഷേ മഹീന്ദ്ര അവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മുടെ ബാക്കിലത്തെ ഡോർ ഹാൻഡിൽ വരുന്ന C-പില്ലർ മൗണ്ടഡാണ് ഥാർ റോക്സ് പോലെ. അവിടെയും അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറയാം. പിന്നെ ഇത് 5 സീറ്റർ വണ്ടിയാണ് കേട്ടോ. ഇതിൻ്റെ ലെങ്ത് ആണെങ്കിലും 4320 mm അടുത്തായിട്ടാണ് വരുന്നത്. ഈ പ്ലാറ്റ്ഫോമിൽ വരുന്ന വാഹനങ്ങളുടെ മാക്സിമം ലെങ്ത് ഏകദേശം അത്രയൊക്കെ തന്നെ ആയിരിക്കും. അതായത് 3990 മുതൽ 4320 mm വരെയാണ് ഈ പ്ലാറ്റ്ഫോമിൻ്റെ അണ്ടറിൽ വരുന്ന വാഹനങ്ങൾക്ക് ലെങ്ത് വരാൻ പറ്റുന്നത്. അവരുടെ വീൽ ബേസ് ആണെങ്കിലും മാക്സിമം 2665 mm വരെയാണ് വരുന്നത്. അതാണ് ഈ വണ്ടിക്കുള്ളത്. പിന്നെ റിയർ ഡിസൈൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ പണ്ട് ഥാർ ഈ കോൺസെപ്റ്റിൽ കണ്ട പോലെ തന്നെ നല്ല പക്ക ബോക്സ് പോലത്തെ ഡിസൈനാണ്. ടെയിൽ ഗേറ്റ് മൗണ്ടഡ് സ്പെയർ വീൽ ഈ വണ്ടിയിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിൽ സത്യം പറഞ്ഞ് ഒരുപാടൊന്നുമില്ല. ടെയിൽ ലൈറ്റും അതുപോലെ നമ്മുടെ സ്പെയർ വീൽ മാത്രമേ കാണാനുള്ളൂ. പിന്നെ അഗെയിൻ അത്യാവശ്യം നല്ല റഫ് ലുക്കുള്ളൊരു ബമ്പറുണ്ട്, അതും പ്രൊഡക്ഷൻ സ്പെക്കിൽ വരാൻ ചാൻസ് ഇല്ല. ഇൻറ്റീരിയറിനെ പറ്റി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും അറിയില്ല. അവർ കാണിച്ചിരിക്കുന്നത് ആകെപ്പാടി ഒരു ഒറ്റ സംഭവം മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നമുക്ക് നല്ല വലിയ സൈസുള്ള ഒരു സെൻറ്റർ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കാണാം. അതിൻ്റെ താഴത്തായിട്ട് തന്നെ ക്ലൈമറ്റ് കൺട്രോൾ പാനൽ കാണാം. അതും ടച്ച് ബേസ്ഡ് ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ സൈസും കാര്യങ്ങളൊന്നും അവർ പറഞ്ഞിട്ടില്ല. പക്ഷേ എനിക്കിത് കണ്ടിട്ട് എങ്ങനെയായാലും ഒരു 14 ഇഞ്ചിൻ്റെ അടുത്ത് 12 to 14 ഇഞ്ചിൻ്റെ ഇടയിലായിട്ട് തോന്നുന്നുണ്ട്. ഇൻസ്ട്രുമെൻ്റ് ലിസ്റ്റ് ഏകദേശം ഒരു 12.3 ഇഞ്ചിൻ്റെ അടുത്തൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്. ഇതിൻ്റെ സ്റ്റിയറിംഗ് വീലാണെങ്കിലും നമുക്ക് 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് കിട്ടുന്നത്. പക്ഷേ ഇത് നമ്മൾ വിഷൻ എസ്സിൽ കണ്ട സ്റ്റിയറിംഗ് വീൽ പോലല്ല, അതിലും കുറച്ചും കൂടെ വ്യത്യാസമുണ്ട്. എല്ലാ വണ്ടികളിലും ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഡിഫറൻസിയേഷൻ അവർ കൊടുത്തിട്ടുണ്ട്. അല്ലാതെ ഇപ്പോൾ ടാറ്റയുടെ ഒക്കെ ഇപ്പോഴത്തെ വണ്ടികൾ പോലെ നമ്മളിപ്പോൾ ഹാരിയർ എടുത്താലും നെക്സോൺ എടുത്താലും കർവ് എടുത്താലും എല്ലാത്തിനും ഏകദേശം സിമിലർ ആയിട്ടുള്ളൊരു ഇൻറ്റീരിയർ ടച്ച് പോലെ ഇവരുടെ ഈ കോൺസെപ്റ്റ് വാഹനങ്ങൾക്ക് വന്നിട്ടില്ല. റിയൽ വണ്ടി ഇറങ്ങുമ്പോഴും എന്തായാലും വരില്ല എന്ന് തന്നെ പറയാം. ഇതിനകത്തും കണക്റ്റഡ് ഹെഡ് ലാമ്പ് ഒന്നും അല്ല, ഹെഡ് ലാമ്പ് അല്ല, കണക്റ്റഡ് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഒന്നും അല്ല. അതിന് പകരം സ്റ്റാൻഡ് അലോൺ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ലിസ്റ്റും ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം തന്നെയാണ് വരുന്നത്. വെർട്ടിക്കലായിട്ടാണ് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വെച്ചിരിക്കുന്നത്.
അതും കുറച്ച് യുണീക്കാണ് മഹീന്ദ്രയുടെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ഇതിനകത്തുള്ള UI ആണെങ്കിലും വ്യത്യാസമുണ്ട്. മഹീന്ദ്രയുടെ പുതിയ NUUX എന്ന് പറഞ്ഞ സംഭവമായിരിക്കും ഇതിനകത്ത് അവർ ഉപയോഗിക്കുന്നത്. അത് പുതിയ UI ആണ്. അതുകൊണ്ട് ആനിമേഷൻസ് പിന്നെ ഇതിനകത്ത് വരുന്ന ബാക്കി സംഭവങ്ങളിലെല്ലാം വ്യത്യാസം ഉണ്ടാവും. ഇനി നമുക്ക് SX-Tയിലേക്ക് വരാം. എന്താണ് നമ്മുടെ വിഷൻ T വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് SX-Tയിൽ വ്യത്യാസം എന്നുള്ളത്? ഇതിനകത്തൊക്കെ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഹെഡ് ലാമ്പ്സിൻ്റെ ഡിസൈനിൽ കുറച്ച് വ്യത്യാസമുണ്ട്. അതിൻ്റെ അകത്ത് വരുന്ന പാനൽസിലും ലൈറ്റിങ്ങിലും എല്ലാം ഗ്രില്ലിലും ബമ്പറിലും ഒക്കെ കുറച്ചും കൂടെ റഫായിട്ടുള്ള ലുക്കാണ് കൊടുത്തിരിക്കുന്നത്. മറ്റേതിന് അത്യാവശ്യം റഗഡായിരുന്നു. ഇത് കുറച്ചും കൂടെ റഗഡ് അപ്പീലാണ് ഇതിനകത്തേക്ക് വരുമ്പോൾ കാണാൻ പറ്റുന്നത്. ഇനി സൈഡ് പ്രൊഫൈൽ എടുക്കുകയാണെങ്കിൽ ഇവിടെയാണ് മെയിനായിട്ട് നമുക്ക് വ്യത്യാസം കാണാൻ പറ്റുന്നത്. സംഭവം 5 ഡോർ ഒക്കെ തന്നെയാണ്. വണ്ടിയിൽ ബാക്കിൽ ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റും. 5 സീറ്റർ വണ്ടി തന്നെയാണ്. പക്ഷേ വിഷൻ T എന്ന് പറഞ്ഞ വണ്ടി നമുക്ക് ഒരു പ്രോപ്പർ SUV ഷേപ്പായിരുന്നു കിട്ടിയിരുന്നെങ്കിൽ ഇതിനകത്തൊരു പിക്കപ്പ് ട്രക്ക് ടൈപ്പിലുള്ള ഷേപ്പാണ് അവർ കൊടുത്തിരിക്കുന്നത്. പക്ഷേ കൺവെൻഷണൽ പിക്കപ്പ് ട്രക്കുകൾ പോലെ സിംഗിൾ ക്യാബിൻ ഐ മീൻ ഫ്രണ്ടിൽ മാത്രം ക്യാബിൻ, ബാക്കിൽ ലഗേജ് ഏരിയ, അതുപോലെ ഇപ്പോൾ ഡ്യുവൽ ക്യാബ് പിക്കപ്സ് ഉണ്ട്. അതായത് ഡ്യുവൽ ക്യാബിൻ വരും, ബാക്കിൽ വലിയൊരു ലഗേജ് കമ്പാർട്ട്മെൻറ്റ് വരും. ഇത് പക്ഷേ അങ്ങനെയൊന്നുമല്ല. രണ്ടും കൂടി ഒരുമിച്ച് ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. ലെങ്ത് ഏകദേശം 4320 mm അടുത്തൊക്കെ തന്നെയായിരിക്കും. പക്ഷേ ബാക്കിൽ നമുക്ക് ഇതുപോലെ ഒരു സ്പേസ്, അതായത് പിക്കപ്പ് ട്രക്കിൽ വരുന്ന പോലത്തെ ഒരു സ്പേസ് അവൈലബിൾ ആയിരിക്കും. അത് കവേർഡ് ഒന്നും ആയിരിക്കില്ല. ചിലപ്പോൾ ഒരു ഓപ്ഷണൽ ആക്സസറീസ് ആയിട്ട് കവറിംഗ് ഒക്കെ കൊടുക്കുമായിരിക്കും. പക്ഷേ എന്തായാലും ഇപ്പോൾ കാണിച്ചിരിക്കുന്ന വണ്ടിയിൽ ഇങ്ങനെയാണുള്ളത്. ആൻഡ് അത് അത്യാവശ്യം യൂണിക് ആയിട്ടുള്ളൊരു ബോഡി സ്റ്റൈലാണ്. ഈ വണ്ടി ഒരു പ്രൊഡക്ഷനിലേക്ക് ഇറക്കും എന്നുള്ളത് അറിയില്ല. അവരിപ്പോൾ പറഞ്ഞിരിക്കുന്ന 2028 അവസാനമൊക്കെ ആകുമ്പോഴേക്കും ഈ വണ്ടി പ്രൊഡക്ഷനിലേക്ക് എത്തും എന്നാണ്. ആൻഡ് താർ T ഐ മീൻ വിഷൻ T ആണെങ്കിൽ പോലും, അതായത് നമ്മുടെ നേരത്തെ കാണിച്ച വണ്ടിയാണെങ്കിലും 2027 അവസാനമൊക്കെ ആകുമ്പോഴായിരിക്കും അതിൻ്റെ പ്രൊഡക്ഷൻ മോഡൽ വരുന്നതെന്നാണ്. എന്തായാലും ഈ വണ്ടി ക്രെറ്റയുടെ കോമ്പറ്റീഷൻ പോലെ നമുക്ക് പറയാൻ പറ്റില്ല. അതിലും കുറച്ചും കൂടെ മറ്റേലും എന്തായാലും ഇത്തിരി കൂടെ എക്സ്പെൻസീവ് ആയിരിക്കും അത്, കാരണം ഈ ബോഡി സ്റ്റൈൽ കാരണം. പിന്നെ അഗൈൻ പ്രൊഡക്ഷനിലേക്ക് വരുമ്പോഴേക്കും ഇതുപോലെ ബാക്കിൽ ചെറിയൊരു ബ്ലാക്ക് പോർഷൻ മാത്രം വെച്ച് അവർക്ക് കവർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സാധനങ്ങളൊക്കെ ബാക്കിലൂടെ ചാടിപ്പോവും. അതുകൊണ്ട് അതൊക്കെ ഒന്നുകൂടെ നോക്കേണ്ടി വരും. ഇനി ഇതിൻ്റെ ഇൻറ്റീരിയർ ഒരു മറ്റേതിലും കുറച്ചും കൂടെ നന്നായിട്ട് കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയാണ് ആക്സൻസ് വരുന്ന സംഭവങ്ങളൊക്കെ തന്നെ കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ ഡാഷ്ബോർഡ് ലേഔട്ട് എടുക്കുകയാണെങ്കിൽ അത് എക്സാക്ട്ലി സെയിം ആണ്. നമ്മൾ മറ്റേൽ കണ്ട പോലെ ഒരു ഇൻഫോടൈം സിസ്റ്റത്തിൻ്റെ ലേഔട്ടൊക്കെ തന്നെയാണ് ഇതിൻ്റെ അകത്തും കൊടുത്തിരിക്കുന്നത്. സ്റ്റിയറിംഗ് വീൽ ആണെങ്കിൽ പോലും അതിനകത്ത് കുറച്ച് മഞ്ഞ ആക്സൻസ് ഒക്കെ വരുന്നുണ്ട്. അത് മറ്റേ വണ്ടിയിലില്ലായിരുന്നു, പക്ഷേ സെയിം സംഭവമാണ്. അതായത് റൗണ്ട് സ്റ്റിയറിംഗ്, താഴത്തെ ചെറിയൊരു ഫ്ലാറ്റ് ബോട്ടം ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. മറ്റേതിനകത്ത് സിൽവർ ഓർ ബ്ലാക്ക് എലമെൻസിൽ വന്നിരുന്നെല്ലാം ഇതിനകത്ത് മഞ്ഞ കളറാക്കിയെന്ന് മാത്രം. പിന്നെ നമുക്ക് ഡാഷ്ബോർഡിൻ്റെ അകത്തായിട്ട് പല പല സ്ഥലങ്ങളിൽ മഞ്ഞ ഇൻസേർട്സ് കിട്ടും. ഈവൻ ഇൻസ്ട്രുമെൻ്റൽ ഇൻഫോടൈം സിസ്റ്റം, ആ സാധനങ്ങളും എക്സാക്ട്ലി സെയിം ആണ്. വേറൊരു രസമുള്ള സാധനം ഞാൻ കണ്ടത് ഇതിൻ്റെ ഗിയർ ഷിഫ്റ്ററാണ്. ആക്ച്വലി ഇത് കാണാൻ അത്യാവശ്യം രസമുണ്ട്. ഓട്ടോമാറ്റിക് ആണോ ഒരു ഉദ്ദേശിച്ചതെന്ന് അറിയില്ല. പക്ഷേ സാധാരണ ഇങ്ങനത്തെ ഗിയർ ഷിഫ്റ്റേഴ്സ് വരുന്നതെല്ലാം സെക്കൻഷ്യൽ ടൈപ്പ് ഗിയർ ഷിഫ്റ്റേഴ്സ് ആണ്. അതായത് നമ്മൾ പ്ലസും മൈനസും ചെയ്ത് ഇപ്പം ഓട്ടോമാറ്റിക്കലി ഓടിക്കുമല്ലോ, അങ്ങനത്തെ ടൈപ്പ്. പക്ഷേ ശരിക്കും അത് അങ്ങനെയല്ല. ഇതിനകത്ത് നമുക്ക് ഈ ഒരു മോഡൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നമ്മൾ തന്നെ ഇങ്ങനെ മാറ്റിയാലേ ഗിയർ മാറുള്ളൂ, അല്ലാതെ മാറില്ല. അത് ഒറിജിനലി എങ്ങനെ വരുമെന്നറിയില്ല. ഇതിപ്പോൾ അവർ ജസ്റ്റ് ഒരു ലുക്കിന് വേണ്ടി ചെയ്തതായിരിക്കും. എന്തായാലും സംഭവം കൊള്ളാം. ഇനി സ്റ്റിയറിംഗ് വീലിനകത്ത് തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു പുഷ് ബട്ടൺ സ്റ്റാർട്ടിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. അത് അതിൻ്റെ അകത്ത് തന്നെ സൈഡിലായിട്ടാണ് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലാതെ ഡാഷ്ബോർഡിനകത്ത് എവിടെയല്ല. എഗെയിൻ നല്ലൊരു ടച്ചാണ്. ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിനെ പറ്റി പറയാൻ പറ്റുന്നത്. എഗെയിൻ അത്യാവശ്യം നല്ല മോഡേൺ ആയിട്ടുള്ള ഒരു ബോഡി ഓൺ ട്രെയിൻ വണ്ടി അല്ലാത്ത മോണോകോക്ക് പ്ലാറ്റ്ഫോമിൽ വരുന്ന വാഹനത്തിൻ്റെ ഒരു ഡിസൈൻ ട്രേറ്റ്സ് ഒക്കെ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാം. ഇനി ഈ വണ്ടികളുടെയൊക്കെ ലോഞ്ച് ഞാൻ പറഞ്ഞു, ആൻഡ് ഇതിൻ്റെ അകത്ത് ഡയമെൻഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. എത്രത്തോളം ഇത് ആൾക്കാർക്ക് അപ്പീലിംഗ് ആവും എന്നുള്ള കാര്യം ഇനിയിപ്പം ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കാരണം ഇതെല്ലാം തന്നെ നമുക്ക് ഒരു ടിപ്പിക്കൽ ക്രെറ്റ അറൈവൽ വാഹനങ്ങളായിട്ട് പറയാൻ പറ്റില്ല. ഇപ്പോൾ ബോഡി സ്റ്റൈൽ വെച്ച് നോക്കുകയാണെങ്കിലും ഓർ ഈവൻ ഈ സെഗ്മെൻറ്റിൽ വരുന്ന ബാക്കിയുള്ള വണ്ടികൾ എടുക്കുകയാണെങ്കിലും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള വണ്ടികളാണ്. ചിലപ്പോൾ അത് വ്യത്യസ്തമാക്കാൻ വേണ്ടി തന്നെ ആയിരിക്കും മഹീന്ദ്ര താർ ബേസ്ഡ് ആയിട്ടുള്ള വണ്ടികൾ ഈ സെഗ്മെൻറ്റിൽ ഇനി ഇറക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഈ വണ്ടികളെല്ലാം തന്നെ എക്സ്പോർട്ട് സ്റ്റാൻഡേർഡ്സിലാണ് അവർ ഉണ്ടാക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആയിട്ടോ റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ആയിട്ടോ എങ്ങനെ വേണേലും അവർക്കിത് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ പുറത്തൊക്കെ ഇപ്പം ചില സ്ഥലങ്ങളിൽ ജീപ്പിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഇവിടെയുള്ള താർ അവിടെ ഒന്നും വിൽക്കാൻ പറ്റില്ല. ഈവൻ ഓസ്ട്രേലിയയിലാണെങ്കിൽ പോലും മഹീന്ദ്രയ്ക്ക് നല്ല പ്രസൻസ് ഉള്ളൊരു കൺട്രിയാണ്, പക്ഷെ അവർക്ക് താറൊന്നും അവിടെ വിൽക്കാൻ പറ്റില്ല. ജീപ്പ് അപ്പം തന്നെ വന്ന് കേസ് കൊടുക്കും, അതുകൊണ്ട് നടക്കില്ല. ഈ വണ്ടി പക്ഷേ റാംഗ്ലറുമായിട്ട് പ്രത്യേകിച്ച് വലിയ ബന്ധമൊന്നുമില്ല. അതിൽ നിന്ന് ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്ന് പറയാൻ പറ്റുന്നതുകൊണ്ട് തന്നെ അവർക്ക് ഈ വണ്ടി വേണമെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ വിൽക്കാൻ പറ്റും. അതും താർ എന്ന് പറഞ്ഞ പേരിൽ തന്നെ വിൽക്കാൻ പറ്റും. അത് നല്ലൊരു പ്ലസ് പോയിൻ്റ് ആണ്. പിന്നെ ഇതിൻ്റെ ഡിസൈൻ അതുപോലെ ഇതിൻ്റെ പ്ലാറ്റ്ഫോം എല്ലാം തന്നെ അത്ര മോഡേൺ ആയതുകൊണ്ട് അവർക്ക് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് റൈറ്റ് ഹാൻഡ് ഡ്രൈവ് കൺവേർഷൻസും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഗ്രൗണ്ട്സ് അപ്പോൾ അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞാണ്, ഇതിനകത്ത് പെട്രോൾ ആയിക്കോട്ടെ ഡീസൽ ആയിക്കോട്ടെ ഇലക്ട്രിക് ഹൈബ്രിഡ് അങ്ങനെ എല്ലാ പവർ ട്രെയിൻ ഓപ്ഷൻസും സപ്പോർട്ട് ചെയ്യും. പിന്നെ മോണോകോക്ക് പ്ലാറ്റ്ഫോം ആണ് എന്നുള്ളതുകൊണ്ട് ഇത് ഫ്രണ്ട് വീൽ ഡ്രൈവ് മാത്രമായിരിക്കും എന്നുള്ള പേടിയൊന്നും വേണ്ട. ഓൾ വീൽ ഡ്രൈവ് ആൻഡ് ഫ്രണ്ട് വീൽ ഡ്രൈവ് കൺഫിഗറേഷൻ മഹീന്ദ്ര ഉറപ്പായിട്ടും ഈ വാഹനത്തിന് കൊടുക്കുന്നുണ്ട്. ഈ പ്ലാറ്റ്ഫോം അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചിലപ്പം വിഷൻ എസ്സിൽ എന്നവർ കൊടുക്കണമെന്നില്ല, ആൻഡ് മേ ബി വിഷൻ
നമ്മുടെ വിഷൻ എക്സിൽ കൊടുക്കണമെന്നില്ല, വിഷൻ എസ് സ്കോർപ്പിയോ ബേസ്ഡ് ആണ്, അതിനകത്ത് ചിലപ്പോൾ കൊടുക്കുമായിരിക്കും. ഈ വണ്ടിയിൽ എന്തായാലും വരും. വിഷൻ ടിയിലും അതുപോലെ വിഷൻ SX ടിയിലും ഉറപ്പായിട്ടും ഓൾ വീൽ ഡ്രൈവ് അവൈലബിൾ ആയിരിക്കും. എനിവേ, എന്താണ് നിങ്ങൾക്ക് ഈ രണ്ട് വാഹനങ്ങളെ പറ്റിയുള്ള അഭിപ്രായം എന്ന് തീർച്ചയായും താഴെ കമൻസിൽ പറയാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചെറിയ ആക്സറീസോ ക്ലീനിങ് പ്രോഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രോഡക്റ്റ് ടൈമിന് ചെക്കൗട്ട് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.